ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണം 75ആയി. 103 പേരെ കാണാതായി. 88,000 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 150 വർഷത്തിന് ശേഷം ബ്രസീലിയൻ ജനത നേരിടുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശരണ്യ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശരണ്യ. ഗുഡ് മോർണിംഗ് കാവ്യ. കഴിഞ്ഞ ദിവസവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരണ്യ ഗുഡ് മോർണിംഗ് കേരളത്തിനോടൊപ്പം പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ സ്ഥിതിയല്ല ഇന്ന്. മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. കൂടുതൽ പേരെ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ദുരന്ത സമാനമായ അന്തരീക്ഷമാണ് അല്ലേ? തീർച്ചയായും കാവ്യ. ഇന്നലെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഇന്ന് കൂടുതൽ മരണസംഖ്യ കൂടിയിരിക്കുകയാണ്. 75 പേരാണ് ഇന്ന് മരിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ 103 പേരെ കാണാതായിട്ടും ഉണ്ട്. അത്തരം റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 155 പേർക്ക് കാര്യമായ പരിക്കുകൾ ബാധിച്ചതായിട്ടും 88,000-ലധികം ആളുകളെ അവരുടെ വീടുകളിൽ നിന്നും അവരുടെ പാർപ്പിടങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുതുതായിട്ട് അവിടെയുള്ള അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും അത്രയും ശക്തമായ മഴയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മഴ മാത്രമല്ല, അതിശക്തമായ കൊടും കാറ്റ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യം, അണക്കെട്ടുകൾ പൊട്ടുന്ന സാഹചര്യം, മണ്ണൊലിച്ചലുകൾ, അങ്ങനെ നിരവധി മോശം സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ബ്രസീലിലുള്ള ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ നവംബർ മാസങ്ങളിലെല്ലാം തന്നെ ബ്രസീലിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളും പ്രളയം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായി അതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ബ്രസീലിലുള്ള ജനങ്ങൾ കടന്നുപോയിക്കുന്നത്. കാരണം ഒരു വർഷം പോലും ആയിട്ടില്ല അത്തരം ഒരു സാഹചര്യം അവർ അഭിമുഖീകരിച്ചിട്ട്. എന്നിട്ട് വീണ്ടും അതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 88,000 ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അവിടെയുള്ള സ്കൂളുകൾ, അതുപോലെ തന്നെ ജിംനാഷ്യം സെൻറ്ററുകൾ, അത്തരം സ്ഥലങ്ങളിലേക്കാണ് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ കൊടുങ്കാറ്റ് തന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലിലെ ജനത കൂടുതൽ പ്രതിസന്ധിയിലേക്കാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെയുള്ള വിമാന സർവീസുകൾ അടക്കം നിർത്തിവെച്ചിരിക്കുകയാണ്. ഗതാഗത സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ബ്രസീലിലെ ജനതയെ തേടിയെത്തിയ ഈ ഒരു പ്രളയം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അവിടെയുള്ള ജനതയെ കൂടുതൽ തകർക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാവ്യ. ശരി ശരണ്യ, ബ്രസീലിലെ സാഹചര്യങ്ങൾ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് എന്നതാണ് ശരണ്യ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.